നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കാൻ CPM ശ്രമമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. ഇരിഞ്ഞോളിയിലെ വേലായുധന്റെ കുടുംബത്തെ CPM സംരക്ഷിക്കണമെന്നും ബോംബില്ലാത്ത സ്ഥലത്ത് പോലീസ് തിരച്ചിൽ പ്രഹസനമെന്നും ഹരിദാസ്. നവീകരിച്ച സയൻസ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ലക്ഷ്യം ജനങ്ങളിലും വിദ്യാർത്ഥികളിലും ശാസ്ത്ര അവബോധം വളർത്തുക. പുതുതായി ഒരുക്കിയത് ഡിജിറ്റൽ കാലിഡോസ്കോപ്പ് മുതൽ മിനി പ്ലാനറ്റോറിയം വരെയുള്ള ശാസ്ത്ര നിർമ്മിതികൾ. നീറ്റ് UGC നെറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥത. ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ. AISF ഫ്രട്ടേണിറ്റി മൂവ്മെന്റുകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കാനാണ് CPM ശ്രമമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. കരിവള്ളൂരിൽ CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് BJP പ്രവർത്തകൻ ബാലന്റെ വീട് വളഞ്ഞത്. BJP പ്രവർത്തകരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി. പോലീസിന്റെ മുന്നിൽ വെച്ച് CPM പ്രവർത്തകർ മർദ്ദിച്ചു. ഇരിഞ്ഞോളിയിൽ ബോംബ് പൊട്ടി മരിച്ച വേലായുധന്റെ കുടുംബത്തെ CPM സംരക്ഷിക്കണം. ബോംബില്ലാത്ത സ്ഥലത്താണ് പോലീസ് തെരച്ചിൽ നടത്തുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു. കഴിഞ്ഞ കാല കുറേ മുമ്പേയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ ഏത് കാലത്ത് നിർത്തേണ്ടതാണ്. ആര് ബോംബുണ്ടാക്കി വെച്ചാലും ശരി, ഏത് പാർട്ടിക്ക് ബോംബുണ്ടാക്കി വെച്ചാലും ശരി, അതൊക്കെ പരിഷ്കൃത സമൂഹത്തിൽ ഇനി പാടില്ലാത്തതാണ്. ഇനി ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരികയാണ്. ആകെ ഇന്ത്യ മഹാരാജ്യത്ത് CPM ഉള്ളത് ഇവിടെ മാത്രമാണ്, നമുക്കറിയാം. ആ അവശേഷിക്കുന്ന CPM നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപ്പുവെച്ച കലം പോലെ. അതാണിപ്പോൾ ഈ കരിവള്ളൂർ മേഖലയിൽ 1200ഓളം വോട്ടുകൾ വർദ്ധിച്ചതിന് ആലിളകിയ CPMകാർ പാവപ്പെട്ട ബാലേട്ടൻ്റെ അസുഖം പോലും നോക്കാതെ ആ പ്രദേശത്ത് വളഞ്ഞ് കൊലപാതക ഭീഷണി കൊലഭീഷണി നടത്തിയിട്ടുള്ളത്. അപ്പം ഇത് CPMനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വിചാരിച്ചാലും പഴയ രീതിയിലേക്ക് നമ്മൾ വരണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം നമ്മളത് ആവശ്യമില്ല എന്ന് ബോധ്യപ്പെട്ടതാണ്. പല സഖാക്കളെ ഗ്രൂപ്പുമുണ്ടല്ലോ, ആ ഗ്രൂപ്പിനൊക്കെ തള്ളിപ്പറ ഒരു കാലത്ത് താലോലിച്ചതാ. പോരാളി ഷാജീനെയും ചെഗുവേരേനും നെൽക്കതിരിനെയും ചെങ്കതിരിനെയൊക്കെ താലോലിച്ച് വളർത്തി സമൂഹത്തിലെ മൊത്തം രാഷ്ട്രീയക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ താലോലിച്ച് ഓരോ ക്യാപ്സ്യൂൾ കൊടുത്ത ജയരാജൻ ഇപ്പം പറയുന്നത് എന്താ അതൊന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടേതല്ല. ഇത് തന്നെയാണ് ഗോവിന്ദ മാഷൻ പറഞ്ഞ്. ഷെറിൻ കൊല്ലപ്പെട്ടപ്പോൾ മെയ് 5-ാം തീയതി തെരഞ്ഞെടുപ്പ് വേളയിൽ മുളിയാന്തോട് വെച്ച് ബോംബ് സ്ഫോടനത്തിൽ ഷെറിൻ എന്ന് പറഞ്ഞ DYFIക്കാരൻ കൊല്ലപ്പെട്ടു. അവിടെ വിനോദനും സജീവനൊക്കെ പരിക്ക് പറ്റി കണ്ണുകൊക്കെ പോയി കിടന്നപ്പോൾ അവിടെ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ DYFI നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞ് അപ്പോൾ വലിയ കേരളം മൊത്തം ചർച്ചയായി. ആ ചർച്ചയായപ്പോൾ എന്ന് പറഞ്ഞത് DYFI ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. DYFIയുടെ നേതാക്കന്മാരെ ഇന്നത്തെ മന്ത്രിമാർ അതേ പാർട്ടി ഈ സമൂഹത്തെ കബളിപ്പിക്കുന്നത് നോക്കൂ. ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ച് പറയുന്നത് എന്താ? DYFI ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ സനോജിനോട് പോയി ചോദിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കളവ് പറയുന്ന, ഇങ്ങനെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കണ്ണിൽ പൊടിയിടുന്ന എത്ര കാലം ഇത് കൊണ്ടുപോകാൻ സാധിക്കും? CPM ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വോട്ട് നഷ്ടപ്പെട്ടു, മുഖം നഷ്ടപ്പെട്ട് അണികൾ കൊഴിഞ്ഞു പോകുന്ന പാർട്ടീനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ആസൂത്രണം എന്താണ്? അക്രമമാണ്, സംഘർഷമാണ്. എരിഞ്ഞോളിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുൻപ് കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്ന് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. കിണറ്റിന്റെ അവിടെയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. എരിഞ്ഞോളി സംഭവത്തിന് ശേഷം ജില്ലയിൽ വ്യാപകമായി പോലീസ് പരിശോധന നടത്തി വരികയാണ്. അതിനിടെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. ചാക്കിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. ഇവ നിർവീര്യമാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചു. പ്രധാനമായി ആളൊഴിഞ്ഞ പറമ്പ്, വീടുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലയിലുടനീളം പോലീസ് പരിശോധന നടത്തിവരുന്നത്. പ്രത്യേകിച്ച് മുൻപ് സംഘർഷമുണ്ടായിട്ടുള്ള തലശ്ശേരി, ന്യൂമാഹി, പാനൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പരിശോധന വ്യാപകമായി നടക്കുന്നത്. കണ്ണൂരിൽ ഇതിനിടയിലാണ് കൂത്തുപറമ്പിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. കൂത്തുപറമ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് 2 ബോംബുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെടുത്തത്. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെയാണ് കണ്ണൂരിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിയത്. ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കൂത്തുപറമ്പിൽ ബോംബുകൾ ഉണ്ടായിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തേങ്ങ
പെറുക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കണ്ണൂരിൽ പോലീസ് വ്യാപക പരിശോധന തുടങ്ങിയത്. ജില്ലയിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകളുടെ വിവരങ്ങളെടുത്ത് പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ചായിരുന്നു പരിശോധന. പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ ബോംബ് നിർമ്മാണവും സൂക്ഷിക്കലും നടക്കുന്നുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് ഇനിയും തുടരും. എരഞ്ഞോളി പ്രദേശത്തെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. വിദ്യാർത്ഥിനി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പാപ്പിനിശ്ശേരി വെസ്റ്റിലെ ഫാത്തിമത്തിൽ CT ഷസിയാണ് മരിച്ചത്. വിളയങ്കോട് MGM കോളേജിലെ B.Pharm വിദ്യാർത്ഥിനിയാണ്. രാവിലെ കോളേജ് ബസ്സിൽ കയറിയതിന് പിന്നാലെ കീച്ചേരിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലും തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. നഗരത്തെ നടുക്കിയ കവർച്ചാ ശ്രമക്കേസിലെ 2 പ്രതികൾ പിടിയിലായി. തമിഴ്നാട് സ്വദേശികളും ഇപ്പോൾ വലിയന്നൂരിൽ താമസക്കാരുമായ ആനന്ദന്റെ മകളുടെ ഭർത്താവ് വാരം മതുക്കോത്തെ PV സൂര്യൻ എന്നിവരെയാണ് ടൗൺ പോലീസ് സ്ക്വാഡ് ചക്കരക്കൽ ഭാഗത്തു നിന്നും പിടികൂടിയത്. കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ടൗൺ പോലീസ് സ്ക്വാഡിന്റെ സമർത്ഥമായ അന്വേഷണ മികവിലാണ് പ്രതികളെ പിടികൂടാനായത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. പുലർച്ചെ 5 മണിക്ക് വീട്ടുകാർ ഉണർന്ന സമയത്താണ് സംഭവം നടന്നത്. വീടിന്റെ പുറകുവശത്തുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് 2 പേർ വീടിനകത്തേക്ക് ഓടിക്കയറി ലിനിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ലിനി മകൻ അഖിലിനെ വിളിക്കുകയും മകൻ എത്തിയപ്പോഴേക്കും അക്രമി സംഘം ഇവരെ ആക്രമിച്ചതിനു ശേഷം കടന്നു കളയുകയുമായിരുന്നു. സംഘത്തിലൊരാൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അക്രമി വടികൊണ്ട് അടിച്ചതിനെ തുടർന്ന് അഖിലിന്റെ തോളിന് പരിക്കേറ്റിട്ടുണ്ട്. ടൗൺ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ 2 പേരെ പിടികൂടിയത്. വാരം മതുക്കോത്തെ PV സൂര്യൻ, വലിയന്നൂരിലെ ആനന്ദൻ എന്നിവരാണ് പിടിയിലായത്. ടൗൺ ഇൻസ്പെക്ടർ ടോമി ജെ മറ്റം, SI-മാരായ സവ്യസച്ചി, PP ഷമീൽ, M അജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കാൻ CPM ശ്രമമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. ഇരിഞ്ഞോളിയിലെ വേലായുധന്റെ കുടുംബത്തെ CPM സംരക്ഷിക്കണമെന്നും ബോംബില്ലാത്ത സ്ഥലത്ത് പോലീസ് തിരച്ചിൽ പ്രഹസനമെന്നും ഹരിദാസ്. നവീകരിച്ച സയൻസ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ലക്ഷ്യം ജനങ്ങളിലും വിദ്യാർത്ഥികളിലും ശാസ്ത്ര അവബോധം വളർത്തുക. പുതുതായി ഒരുക്കിയത് ഡിജിറ്റൽ കാലിഡോസ്കോപ്പ് മുതൽ മിനി പ്ലാനറ്റോറിയം വരെയുള്ള ശാസ്ത്ര നിർമ്മിതികൾ. നീറ്റ് UGC നെറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥത. ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ. AISF ഫ്രട്ടേണിറ്റി മൂവ്മെന്റുകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും.
കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നവീകരിച്ച കണ്ണൂർ സയൻസ് പാർക്ക് പ്രദർശന വസ്തുക്കളുടെ ഉദ്ഘാടനം നടന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും ശാസ്ത്രാവബോധം, ശാസ്ത്ര അഭിരുചിയും വളർത്തുക എന്ന ലക്ഷ്യമിട്ടാണ് സയൻസ് പാർക്കിൽ പ്രദർശന വസ്തുക്കൾ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ രത്നകുമാരി, സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത്, ടി ഗംഗാധരൻ മാസ്റ്റർ, AS വിജേഷ്, KV മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്വിസ് മത്സരവും നടന്നു. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്, കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവ സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചു. ഡിജിറ്റൽ മീഡിയ ജനപക്ഷ ബദലിന്റെ ദൃഷ്ടി എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല മുതിർന്ന മാധ്യമപ്രവർത്തകൻ പിബീർ പുർക്കായസ്ഥ ഉദ്ഘാടനം ചെയ്തു. That we would like to have to the people is amplified by the people themselves, and therefore there is going to be a danger to the ruling classes, ruling sections of society, who then would like to control that. So both things are involved, that those kings earlier would also want their own voice to be heard among the people, therefore pay people to proclaim their message. Earlier forms, kings writing inscriptions on stone. Ashoka, as you know, was a major creator of inscriptions which are there all over India. So these were also attempts by the rulers to multiply or propagate their voices. ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി തോമസ് ഐസക്, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, സരിൻ ശശി, ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ മുകുന്ദൻ മഠത്തിൽ, വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവരെ അനുമോദിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മൊമെന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയാണ് കേരളത്തിലെ SSC പരീക്ഷ. ഇതാണ് നടന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ പ്രബുദ്ധ ഇതെല്ലാ ഘടകങ്ങളാണ്. നല്ല കുട്ടികൾ, പഠനകാര്യ താല്പര്യമുള്ളവർ, പഠിക്കാൻ അവസരം, സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ ഇതെല്ലാം നൽകിയപ്പോൾ കുട്ടികളങ്ങനെ കുതിച്ച് മുന്നേറുകയാണ്. ആ നിലയിൽ പഠിച്ച മക്കളാണ് ഇവിടെ ഈ അഭിനന്ദനത്തിന് പാത്രീഭൂതമാകുന്നത്. പഴയ കാര്യങ്ങളിൽ ഇതുപോലെയല്ല. എന്നോട് വന്നപ്പോൾ നമ്മളൊരു കുട്ടി ചെറുകുന്നിലോ മറ്റോ പഠിക്കുന്ന പറയുമ്പം ഈ നിങ്ങളുടെ ഭാഗ്യവാന്മാരായ നിങ്ങൾ കഴിഞ്ഞാൽ രാഷ്ട്രപിതാവ് ആരായിരിക്കും? ഈ മാധ്യമ സുഹൃത്തുക്കൾ നെഞ്ചത് കൈവച്ചു രാഷ്ട്രപിതാവ് അടുത്ത അരങ്ങൾക്കത്തെ ഗാന്ധി എന്ന് പറയുമോ? പറയുന്ന സ്ഥിതിയല്ല, മാറ്റിമറിക്കുകയാണ്. ബാബറി മസ്ജിദ് 2 വർഷത്തെ പഴക്കമുള്ള അത് പുസ്തകത്തിന് മാറ്റി. ലോകത്തിലെ സപ്താത്ഭുതങ്ങളൊന്നാണ് താജ്മഹൽ. അനശ്വരമായ പ്രേമത്തിൻ്റെ ശില്പകാവ്യം വെണ്ണക്കല്ലിൽ തീർത്ത് 7 അത്ഭുതങ്ങളാണ് ലോകത്തിലെ. ആ താജ്മഹലിൻ്റെ അടിയിൽ ക്ഷേത്രാവിശിഷ്ടമുണ്ട്. അതുകൊണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ താജ്മഹൽ തകർക്കണമെന്ന് പറഞ്ഞു.
പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വിജേഷ്, ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു. ബാങ്ക് റിട്ടയറിയേഴ്സിന്റെ കലാസാംസ്കാരിക സംഘടനയായ ഓൾ കേരള ബാങ്ക് റിട്ടയറിയേഴ്സ് കൾച്ചറൽ അസോസിയേഷൻ സംഗീത ദിനാചരണവും വായനാ മാസാചരണവും സംഘടിപ്പിച്ചു. കണ്ണൂർ AIBEA ഹാളിൽ കാനറ ബാങ്ക് റിട്ടയറിയേഴ്സ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ AV സന്തോഷ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. GV ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ കണ്ണൂം, C ഉമാപതി, ഗിരിധർ രാഘവൻ, MP മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരുടെ സംഗീതാർച്ചനയും നടന്നു. കാഞ്ഞിരോട് വീവേഴ്സ് ഒരുക്കിയ വിഷുനാളിൽ കൈനിറിയെ മനം കുളിർപ്പിക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾ എന്ന പ്രതിമാസ പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് കാഞ്ഞിരോട് വീവേഴ്സിൽ നടന്നു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കൈത്തറി മേഖല വസ്ത്രവ്യാപാര വിപണന രംഗത്ത് സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അർപ്പണ മനോഭാവമുള്ള തൊഴിലാളികളാണ് അതിന് പിന്നിലെന്നും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കാഞ്ഞിരോട് വീവേഴ്സ് ഒരുക്കിയ വിഷുനാളിൽ കൈനിറിയെ മനം കുളിർപ്പിക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾ എന്ന പ്രതിമാസ പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് കാഞ്ഞിരോട് വീവേഴ്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈത്തറി മേഖല നമ്മുടെ വസ്ത്ര വ്യാപാര വിപണന രംഗത്ത് സുപ്രധാനമായ ഘടകം. അതിൻ്റെ ആവശ്യകത്വം, അതിൻ്റെ സാംസ്കാരികമായ സ്വീകാര്യത അത് മറ്റേത് വസ്ത്ര രംഗത്തുള്ള വസ്ത്രങ്ങളെക്കാളേറെ ഏറെ ന്യായമുള്ളത് അതിൻ്റെ സൗന്ദര്യത്തോടുള്ളതാണ്. അതുകൊണ്ട് ഗ്രാമീണ തലത്തിലുള്ള രാജ്യം ഇന്ന് കൈത്തറി മേഖലയിൽ നൂതനമായ അന്വേഷണങ്ങളും ആചരണങ്ങളും നടത്തുന്നു. അതിൽ പ്രമുഖമായ പങ്കെടുക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ ജില്ലയിൽ ഏറ്റവും സുപ്രധാനമായി പങ്കെടുക്കുന്നത് നമ്മുടെ കാഞ്ഞിരോട് വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെ ഉൾപ്പെടെ പലപ്പോഴും ഞാൻ പങ്കെടുക്കുന്നത് അതിൻ്റെ പാരമ്പര്യവും ഗുരുതരമായ നിലനിർത്താൻ പറയുന്ന ഏറ്റവും വലിയ സമർപ്പണ ബോധമാണ് ജീവനക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടത്. ഇവിടെ എല്ലാ മണിക്കൂറിലൂടെയാണ് ഗ്രാമത്തിൻ്റെ സ്ഥിരമായിട്ടുണ്ട്. അത് മറ്റ് ഔദ്യോഗികമായ ഓരോ ഘട്ടങ്ങൾക്കിടയിലൂടെ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്കുള്ള അനുസരിച്ചുള്ള ഒരു ഘട്ടങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വിദ്യാഭ്യാസം ഉൾപ്പെടെ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ K രാജൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് M പവിത്രൻ, ജില്ലാ വ്യവസായ കേന്ദ്രം സീനിയർ കോർക്ക് ഇൻസ്പെക്ടർ P ഷൈജു, ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹോമ ജോസഫ്, K ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരിടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കാൻ CPM ശ്രമമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. ഇരിഞ്ഞോളിയിലെ വേലായുധന്റെ കുടുംബത്തെ CPM സംരക്ഷിക്കണമെന്നും ബോംബില്ലാത്ത സ്ഥലത്ത് പോലീസ് തിരച്ചിൽ പ്രഹസനമെന്നും ഹരിദാസ്. നവീകരിച്ച സയൻസ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ലക്ഷ്യം ജനങ്ങളിലും വിദ്യാർത്ഥികളിലും ശാസ്ത്ര അവബോധം വളർത്തുക. പുതുതായി ഒരുക്കിയത് ഡിജിറ്റൽ കാലിഡോസ്കോപ്പ് മുതൽ മിനി പ്ലാനറ്റോറിയം വരെയുള്ള ശാസ്ത്ര നിർമ്മിതികൾ.
നീറ്റ് UGC നെറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥത, ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ. AISF ഫ്രട്ടേണിറ്റി മൂവ്മെന്റുകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AISF നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ച് AISF ജില്ലാ സെക്രട്ടറി PI ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം അമീഷ B അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് പ്രണോയ് വിജയൻ, സാരംഗ് ദിനേശ്, ശ്രാവൺ ചന്ദ്രൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ NEP നിലവിൽ വരുന്ന സമയത്ത് തന്നെ AISF അതിൻ്റെ സുതാര്യതയും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന വിദ്യാർത്ഥി വഞ്ചനയെ എല്ലാം തന്നെ കൃത്യമായി പഠിക്കുകയും അതുപോലെ തന്നെ അത് അധികാരികളിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ NTA നടത്തുന്ന ഇതുപോലുള്ള പരീക്ഷകളെല്ലാം തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിലേക്ക് ഈ പരീക്ഷകളെല്ലാം മാറ്റി തീർക്കണമെന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ പല വിദ്യാർത്ഥികൾക്കും ഇതുപോലുള്ള ഒരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഒരു വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുങ്ങിയിട്ടുള്ളത്. നീറ്റ് UGC നെറ്റ് പരീക്ഷകൾ റദ്ദാക്കി വിദ്യാർത്ഥികളെ വഞ്ചിച്ചതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KP മസ്ഊദ് ഉദ്ഘാടനം ചെയ്തു. സഹൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ തഹാനി, സഫ്വാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എക്സാമുകളും
അഥവാ ഇന്ത്യ രാജ്യത്തുടനീളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് റദ്ദാക്കിയ വാർത്തയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും അറിഞ്ഞത്. ഇന്ത്യയിലെ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് എന്ന് പറയുന്ന എക്സാം, നീറ്റ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി അവന്റെ ഒരു വർഷം നിരവധിയായ കോച്ചിങ് സെന്ററുകളിൽ പോയി കോച്ചിങ്ങുകൾ നടത്തിയും അതുപോലെ തന്നെ അവന്റെ ഉറക്കമൊഴിച്ച് പഠിക്കുകയും മഴയത്തും വെയിലത്തും ക്യൂ നിന്നും ഇങ്ങനെ തുടങ്ങി ഒരു വർഷത്തോളം അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് എഴുതുന്ന എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നെറ്റ് എക്സാമും. ഇതുപോലെ നിരവധിയായ വിദ്യാർത്ഥികളും അത്തരത്തിലുള്ള ആളുകളും എഴുതുന്ന ഈ 2 എക്സാമുകളുടെയും റിസൾട്ടുകൾ റദ്ദാക്കുകയും അഥവാ അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ ഏജൻസി കണ്ടുപിടിച്ച കാരണമെന്ന് പറയുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ എക്സാം നടന്നതിന്റെ തലേ ദിവസം നമുക്കറിയാം ടെലിഗ്രാമുകളിലും സോഷ്യൽ മീഡിയകളിലും ഒരുപാട് പ്രചരണങ്ങൾ നടന്നിരുന്നു. അഥവാ ഇതിന്റെ ഉദ്യോഗാർത്ഥികൾ തന്നെ, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ ടെലിഗ്രാമുകളിൽ വന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയാണ് 5 ലക്ഷം രൂപ തന്നാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിന്റെ ആൻസർ കീയും നിങ്ങൾക്ക് ഞങ്ങൾ നൽകാം, നിങ്ങൾ കേവലം ഇത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യപേപ്പറുകളും അതിന്റെ ആൻസറുകളും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന, അഥവാ പൈസ കിട്ടിയാൽ ഇതിനു വേണ്ടി എന്ത് തമ്മാടിത്തരവും കാണിക്കാൻ സാധ്യതയുള്ള അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കണ്ണൂർ ഗവൺമെന്റ് തളാപ്പ് മിക്സഡ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യോഗാ പരിശീലനം നൽകി. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലനത്തിന് പ്രശസ്ത യോഗ അധ്യാപിക N സൗദാമിനി നേതൃത്വം നൽകി. യോഗ പരിശീലകരായ KV ശ്രീധരൻ, നീന മേനോൻ, ഷർമിള ടീച്ചർ, സജീവൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർക്കുള്ള ആദരവും വിവിധ എൻഡോമെന്റ് വിതരണവും ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനവും അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആ വിദ്യാലയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിജയോത്സവം തീർച്ചയായിട്ടും അതർഹിക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് ഞാൻ പറയാറുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ സർവോന്നതമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ പദ്ധതി, സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി ഇതെല്ലാം സംയോജിച്ച് നടത്താനിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പ്രസംഗിക്കുന്ന പദ്ധതിയില്ല. നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുവിധ നിർണായകമായ വായുക്കളെ കുറിച്ചും അതുപോലെ എല്ലാം തീരുമാനപ്പെട്ട വിദ്യാഭ്യാസം അത് യാതൊരു വിരുദ്ധതകളും ആവശ്യമില്ല. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സാമ്പത്തിക വിദ്യാലയങ്ങളില്ല, എല്ലാവർക്കും ആ പദ്ധതിയിലെ സാധാരണക്കാരമാണ് കേരളത്തിൽ നടന്നത്. വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുകയില്ല. ഈ പ്രദേശം നമ്മുടെ മുഖ്യമന്ത്രി വിധാനം ചെയ്യുന്ന ആളുകൾ 2023-24 വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ A+ നേടിയവർക്കും USS സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർക്കും മറ്റ് വിവിധ പരീക്ഷകളിൽ പഠന മികവ് തെളിയിച്ചവർക്കുമുള്ള ഉപഹാര സമർപ്പണവും ഡോക്ടർ ഭാർഗവൻ മെമ്മോറിയൽ എൻഡോൺമെന്റ്, അദ്വൈത കൃഷ്ണ മെമ്മോറിയൽ എൻഡോൺമെന്റ് വിതരണവും അനുമോദനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനവുമാണ് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. KP ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ OM ലീന, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട്,
അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ, മാനേജർ VP കിഷോർ, MV ദേവദാസ്, P മുകുന്ദൻ, MM അജിത് കുമാർ, PTA പ്രസിഡന്റ് രമേശൻ കരുവാരത്ത്, പ്രധാന അധ്യാപിക PV ജ്യോതി, K പ്രജുഷ, NK ഷഹിജ, VP ജ്യോതി, K ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിന്റെ ചെമ്പിലോട് പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. 2023 മെയ് മാസം 17-ാം തീയതിയാണ് ഇതിന്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സ്വാഗതത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ നമ്മളെ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ വലിയ പാടുപെടുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിലെ ഡൽഹി ഉൾപ്പെടെയുള്ള നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ ഉൾപ്പെടെ ഈ ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ അതിന്റെ ബോക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ സഞ്ചി സ്വീകരിച്ചുകൊണ്ട് പോലും പോകേണ്ടി വരുന്ന ഒരവസ്ഥ ചില മേഖലക്കകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. നമ്മൾ നേരത്തെയൊക്കെ പറയാറുണ്ട്, ഇനിയൊരു യുദ്ധമാണ് വരുന്നത്, ലോകയുദ്ധം വരുന്നത് വെള്ളത്തിന് വേണ്ടിയാണ് ഒരു ലോകയുദ്ധം വരാനിരിക്കുന്നത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഓക്സിജന്റെ കാര്യത്തിൽ കൂടി നമുക്ക് വരികയാണ്. നമ്മളിപ്പോൾ എത്ര ഓക്സിജൻ ശ്വസിക്കുന്നതിനും എത്ര വെള്ളം ഉപയോഗിക്കുന്നതിനും നമുക്ക് യാതൊരു നിബന്ധനയുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 44 നദികളാൽ സമ്പൂർണമായിട്ടുള്ള, അതുപോലെ ഒരുപാട് അരുവികളും തോടുകളുമായിട്ട് ഏറ്റവും വലിയ ജലസ്രോതസ്സുകളുള്ള ഈ കേരളത്തിൽ നമുക്ക് അത്ര വലിയ പ്രശ്നം അല്ല എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ മനുഷ്യനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന തുലനാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവയിൽ ഏറ്റവും അപകടകരമായി പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണ്ണമായും 0-ലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതിൽ ഉറപ്പില്ലെങ്കിലും അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന തുലനാവസ്ഥയിലേക്ക് എത്തിക്കാനാണ് രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, കാലക്രമേണ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ 2050 നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അതിന് ഇപ്പോൾ തന്നെ പ്രയത്നിച്ചു തുടങ്ങണം. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉദ്വമനം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. കൂടാതെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. അതായത് വാഹനങ്ങളിലെ പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറച്ച് പ്രകൃതിദത്ത വാതകങ്ങളും സോളാർ പാനൽ ഉപയോഗിച്ച് നിർമ്മിച്ച വൈദ്യുതിയും ഉപയോഗിക്കണം. ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ T രതീശൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ക്യാമ്പയിൻ തുടർ പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷൻ RP K നാരായണൻ വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D ജിഷ, ജൈവ കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് VA ദിനേശൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, VEO നിഷ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതിന് ചിന്മയ സ്കൂളിന് 20,000 രൂപ പിഴ. സ്കൂൾ ക്യാമ്പസിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉള്ള മാലിന്യങ്ങൾ കത്തിച്ചതിനും തരംതിരിക്കാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനുമാണ് ചാല ഗോവിന്ദഗിരിയിലെ ചിന്മയ സ്കൂൾ സമുച്ചയത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നഗരസഭ ആരോഗ്യ വിഭാഗവും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പിഴ ചുമത്തിയത്. സ്കൂൾ ക്യാമ്പസിൽ 3 സ്ഥലങ്ങളിലായി പതിവായി പ്ലാസ്റ്റിക് കത്തിക്കുന്നത് സ്ക്വാഡ് കണ്ടെത്തി. പരിശോധനയ്ക്ക് ചെന്ന സമയത്ത് അനുമതിയില്ലാത്തതും അപകടാവസ്ഥയിലുള്ളതുമായ ഇൻസിനേറ്ററിലും പ്ലാസ്റ്റിക് കത്തിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാമ്പസിലെ 2 ഹോസ്റ്റലുകളിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൈമാറിയിരുന്നില്ല. ഭക്ഷണശാലയിൽ നിന്നുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ തുറസായ സ്ഥലത്ത് കെട്ടിയുണ്ടാക്കിയ നിർമ്മിതിയിൽ നിക്ഷേപിക്കുന്നതായും പരിശോധനാ സംഘം കണ്ടെത്തി. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് സ്കൂൾ മാനേജ്മെന്റിന് 20,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ നഗരസഭ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെറീഖുൽ അൻസാർ, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K അനീഷ്, ശ്രുതി K, ആരോഗ്യ വകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ മെയ്തി AT എന്നിവരും പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണ്ണവില ഗ്രാമിന് 80 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6635 രൂപ, പവന് 53,080 രൂപ, വെള്ളി 97 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ലക്ഷദ്വീപിലും ഓറഞ്ച് അലർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കാൻ CPM ശ്രമമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. ഇരിഞ്ഞോളിയിലെ വേലായുധന്റെ കുടുംബത്തെ CPM സംരക്ഷിക്കണമെന്നും ബോംബില്ലാത്ത സ്ഥലത്ത് പോലീസ് തിരച്ചിൽ പ്രഹസനമെന്നും ഹരിദാസ്. നവീകരിച്ച സയൻസ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ലക്ഷ്യം ജനങ്ങളിലും വിദ്യാർത്ഥികളിലും ശാസ്ത്ര അവബോധം വളർത്തുക. പുതുതായി ഒരുക്കിയത് ഡിജിറ്റൽ കാലിഡോസ്കോപ്പ് മുതൽ മിനി പ്ലാനറ്റോറിയം വരെയുള്ള ശാസ്ത്ര നിർമ്മിതികൾ. നീറ്റ് UGC നെറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥത. ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ. AISF ഫ്രട്ടേണിറ്റി മൂവ്മെന്റുകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.